കുടുംബജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് നമ്മുടെ അമ്മമാര്. ചിലപ്പോഴങ്ങ് പഴി കേൾക്കുന്നവരും അവർ തന്നെയാണ്. ഭക്ഷണം അല്പം താമസിച്ചാൽ അവർ പഴി കേൾക്കാറുണ്ട്. ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞു പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് വേദന തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ AC റൂം ഉപയോഗിക്കുമ്പോൾ, തുടർച്ചയായിട്ട് AC റൂം ഉപയോഗിക്കുമ്പോൾ ദാഹം തോന്നാം, ജോയിന്റ് പെയിൻ തോന്നാം, ക്ഷീണം തോന്നാം. AC മുറികളിൽ ഇരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് AC റൂം ഉപയോഗിക്കുമ്പോൾ, AC റൂമിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിനകത്ത് അല്പം ശുദ്ധജലം AC റൂമിൽ കൊണ്ടുപോയി വെക്കുക. ആ പ്രശ്നം ഒഴിവാകും. നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാനും ജോലി ചെയ്യാനും കഴിയും. രണ്ടാമത്തെ കാര്യം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും അമ്മമാര് പയറുവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ സാധ്യതയുണ്ട്. കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക. കുതിർത്ത് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നത്, പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു, വെള്ളം ഒഴിച്ചു, കുതിർത്ത് വെച്ചു, സമയമാകുമ്പോൾ കഴുകി ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പരിപ്പും പയർവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുതിർത്ത് വെക്കാൻ പോകുമ്പോൾ ആദ്യം അത് കഴുകുക, അതിനുശേഷം ശുദ്ധജലം ഉപയോഗിച്ച് കുതിർത്ത് വെക്കുക. ആ കുതിർത്ത് വെക്കുന്ന വെള്ളത്തിൽ തന്നെ അത് പാകം ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ കുക്കുംബർ നമ്മൾ പലപ്പോഴും സാലഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. കുക്കുംബർ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കയ്പ് തോന്നും. കുക്കുംബർ ഉപയോഗിക്കുമ്പോൾ ഈ കയ്പ് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കുക്കുംബർ ആദ്യം നടുവേ മുറിക്കണം. നടുവേ മുറിച്ച് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക. ഒരിക്കലും കയ്പ് തോന്നുകയില്ല. നാലാമത്തെ കാര്യം, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചാറിന് വേണ്ടി നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കുന്നു, പച്ചവെള്ളം എടുത്ത് ഒഴിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഇളക്കുക. അപ്പോൾ അത് രുചി കൂടും, മാത്രമല്ല ന്യൂട്രിയൻസ് ഒന്നും പോകാതിരിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ ചാടി എഴുന്നേക്കരുത്. ചിലരുണ്ട്, എവിടെയെങ്കിലും പോകാനൊക്കെയുള്ള ധൃതിക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നു, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭക്ഷണം വയറ് ഡിസോർഡർ ആകുന്നു, ഡൈജഷൻ ഡിസോർഡർ ആകുന്നു, ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആകെപ്പാടെ ഒരു അസ്വസ്ഥത തോന്നാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതം, അവരുടെ അടുക്കളയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാകും, കൂടുതൽ എളുപ്പമുള്ളതാകും, ഭക്ഷണം കൂടുതൽ രുചികരമാവുകയും ചെയ്യും.